അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യൻ്റെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടായിരിക്കണം. അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടുക. ആ ഒരു വാക്കിൽ ഇന്ന ആളെന്നില്ല. വീട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും പെട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, സ്വന്തത്തിലുണ്ടാവും ആര് വഴി വഴപ്പിക്കുന്ന ആൾക്കാർ, കൂട്ടുകാരിലുണ്ടാവും. അപ്പോൾ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അത് സൂക്ഷിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ രീതിയിലും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകറ്റുന്ന കൂട്ടുകാർ അവരറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ല, ശൈത്താൻ അവരെ കൊണ്ട് ചെയ്യിക്കണതാണ്. മനസ്സിലെ യഥാർത്ഥ ദീൻ പഠിക്കാത്ത കൂട്ടുകാരാകുമ്പോൾ അവർ അങ്ങനെ ചെയ്യിക്കും. മനസ്സിലെ അത് നമ്മൾ സത്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൊരുൾ വ്യക്തമാവുകയുള്ളൂ. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. ജുമാ നമസ്കാരം നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അവൻ്റെ ജുമാ പാഴായിപ്പോവും. ഒരു കൂട്ടുകാരനായിട്ട് ചെന്ന് പള്ളിയിൽ കയറി ജുമാ നിസ്കാരം കയറി കഴിഞ്ഞാൽ കൂട്ടുകാരൻ നമ്മളോട് സംസാരിക്കും. അപ്പം നമ്മൾ മറുപടി പറയും. അപ്പോൾ നമുക്കതിനെപ്പറ്റി അറിയില്ല. നമുക്കതിനെപ്പറ്റി അറിഞ്ഞാലോ നമ്മൾ അവൻ്റെ സംസാരത്തിന് മറുപടി കൊടുക്കാണ്ട് ഉണ്ടാതിരിക്കുകയുള്ളൂ. മനസ്സിലാ? അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരായിട്ട് കൂട്ടുള്ളത്. ജമാഅത്ത് നിസ്കാരം 5 വഖത്ത് ഫർളായിട്ടുള്ള നിസ്കാരം അത് പള്ളിയിൽ നിസ്കരിക്കണം എന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ആ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ. പള്ളിയിലല്ലാണ്ട് വീട്ടിൽ നിസ്കരിക്കാൻ ഒരുപാട് ഉദ്രകൾ, കാരണങ്ങൾ, മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ വശം. അല്ലാണ്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ വീട്ടിൽ നിസ്കരിച്ചാൽ സ്വീകരിക്കില്ല. ഫർളായിട്ടുള്ള 5 വഖത്ത് നിസ്കാരം അത് വീട്ടിൽ നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി. അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ, ഫർളായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. മനസ്സിലായി? അപ്പം നല്ല കൂട്ടുകാരൻ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് വിലക്കണ്, തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നെ ഇങ്ങനെയുള്ള കൂട്ടുകാരന് വേണ്ടത്. മറ്റുള്ളവരായിട്ട് സംസാരിക്കണ്ട, മിണ്ടണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. സഹവാസം ആത്മസുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കേണ്ടത് ആരെയാണ്? ആത്മസുഹൃത്തുക്കൾ. അത് ഈ കൂട്ടുകാരായിരിക്കണം. മനസ്സിലായി? അവിടെയാണ് നമ്മുടെ വിജയം നടക്കുന്നത്. അപ്പോൾ അവൻ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. പിന്നെ സംസാരത്തിൽ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകാരൻ വിലക്കണം. അങ്ങനെയുള്ള കൂട്ടുകാരായിരിക്കണം. അല്ലാണ്ട് നമ്മുടെ സംസാരം പരദൂഷണം ഉണ്ടെങ്കിൽ അതിൻ്റെ അത് കൂടെ കൂടി അവൻ്റെ വകയായിട്ടുള്ള കുറേ പരദൂഷണങ്ങളും പറഞ്ഞ് അതൊക്കെ നമ്മൾ 2 പേരും ഷെയർ ചെയ്ത് ചിരിച്ച് കളിച്ചെണീച്ച് പോകുന്ന കൂട്ടുകാരാവരുത്. തുടക്കത്തിൽ തന്നെ വിലക്കണം കൂട്ടുകാരായിരിക്കണം. പരദൂഷണം തുടങ്ങുമ്പോൾ തന്നെ ഇത് നമുക്ക് പറ്റില്ല കേട്ടോ, ഇത് വൻ പാപത്തിൽപ്പെട്ടാണ്, ഇത് വിലക്കണ കൂട്ടുകാരനായിരിക്കണം. മനസ്സിലായി? അപ്പോൾ കൂട്ടുകാരുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ നമുക്ക് വേണം. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറവാണ്. സത്യത്തിൽ മക്കളെ ചെറുപ്പത്തിൽ നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി അവരെ കൂട്ടുകാരെ അടുത്തേക്കാക്കി കൊടുക്കണം. ചെറുപ്പത്തിൽ തന്നെ അയൽന്തരത്താരായാലും അയലന്തരത്തുള്ളൊരു കുട്ടിയായാലും കൂട്ടുകൂടി
പിന്നെ ബന്ധത്തിലുള്ള കൂട്ടുകെട്ട്, സ്കൂളിലുള്ള കൂട്ടുകെട്ട്, അങ്ങനെ കൂട്ടുകെട്ട് പുരോഗമിച്ച് വന്നു കഴിഞ്ഞിട്ട് അവൻ കൂട്ടുകാരൻ്റെ മതത്തിലായിത്തീരുന്ന അവസ്ഥ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ചെറുപ്പത്തിൽ അതിനുള്ള കെയർ കൊടുക്കണം. വീട്ടിൽ നിന്ന് ഉപദേശങ്ങൾ, ഇനിയായ അറിവുകൾ, ഹദീസുകൾ, സമൂഹത്തിൽ അവൻ ഇറങ്ങിച്ചെല്ലണ്ട, ജനങ്ങളായിട്ട് ഇടപഴകണ്ട എന്നല്ല അർത്ഥം. അവനതിനുള്ള ഒരു നിർദ്ദേശങ്ങൾ, മുൻകരുതലുകൾ ഇതൊക്കെ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അവൻ ഒരു മുൻകരുതൽ എടുക്കുന്ന ആളായിത്തീരും. മനസ്സിലായി? അപ്പോൾ അവനതിൻ്റെ അകത്തൊരു ശ്രദ്ധ ഉണ്ടാവും. ഇതൊന്നുമില്ലാണ്ട് ഒരു ഉപദേശം കൊടുക്കാണ്ട് തോന്നിയ മാതിരി ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ വഴി വായിച്ചു പോകും. ഇപ്പോൾ ഒരു വാഴ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് വളർന്നോളും എന്ന് വിചാരിച്ചാലോ, അത് ഉണങ്ങിപ്പോവും. അതിന് വെള്ളം വേണം, വളം വേണം, അതിൻ്റെ കിടക്കുന്ന പുല്ലൊക്കെ പറിച്ച് വെള്ളം നോക്കണം, അതൊക്കെ വേണം എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. കുട്ടിക്ക് വേണ്ട ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, ഭക്ഷണം മാത്രം പോരാ. അവനക്ക് വേണ്ട ദീനിയായ അറിവുകൾ നമ്മൾ പകർന്നു നൽകണം. അപ്പം സന്ദർഭങ്ങളുണ്ട്, ആ സന്ദർഭത്തിൽ തന്നെ കൊടുക്കണം. അല്ലാണ്ട് 10-15 വയസ്സ് കഴിഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പത്തിന് അവൻ കൂട്ടുകാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേട്ട് അവൻ്റെ തലച്ചോറിലേക്ക് അത് സേവായി. പിന്നെ നമ്മുടെ വാക്കുകൾ അവൻ എടുക്കൂല. മനസ്സിലായി? നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ അനുസരണത്തിൽ വളർന്ന കുട്ടിയായി തീരണം. സിറാത്തിൻ്റെ പാലം കടന്നു പോകണമെങ്കിൽ അമാനത്ത് പൂർത്തിയാക്കണേ. മനസ്സിലായി? അപ്പോൾ അമാനത്തിന് മക്കൾ. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നേരെയായല്ലോ മക്കളും നേരെ ആവുള്ളൂ. നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റിനുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളായിരുന്നു നമ്മളൊരു ശ്രദ്ധയില്ലാണ്ട് അലംഭാവം കാണിച്ചാലോ, നമ്മുടെ അകത്ത് ശ്രദ്ധയില്ല. നമ്മൾ തോന്നിയ മാതിരി ജീവിക്കുക, മക്കളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ താങ്കൾ അനുസരിക്കില്ല. അത് നമ്മളൊരു മാതൃകയായിട്ട് നമ്മൾ അവരൊരു നിർദ്ദേശം കൊടുക്കുന്ന ആളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു നടപടിക്രമം നമുക്ക് വേണം. അതിനൊരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് നമ്മുടെ ബന്ധുക്കളെ കൂട്ടത്തിലായാലും നാട്ടുകാരുടെ കൂട്ടത്തിലായാലും കുട്ടികൾ വഴിവെച്ചു പോണ കാരണം മെയിനായിട്ട് മാതാപിതാക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം, അതിൻ്റെ ഗൗരവമില്ല, ദീനിയായ വിദ്യാഭ്യാസം. മനസ്സിലായി? സ്കൂളിൽ ചേർക്കുമ്പോൾ തൊട്ട് കോളേജ് മദ്രസയിൽ നിന്ന് തൊട്ട് തുടങ്ങി. അതിനു മുമ്പ് ചെറുപ്പത്തിൽ തന്നെ തൊട്ട് തുടങ്ങി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അക്രമങ്ങളും ഗെയിമും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടീൻ്റെ മടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് മൊബൈലിലായാലും ഏത് രംഗത്തായാലും സൂക്ഷ്മത എന്ന് വെച്ചാൽ അങ്ങേയറ്റ സൂക്ഷ്മതായി നമ്മൾ പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. മനസ്സിലായി? അപ്പം അത് പാലിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ, വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ എമ്പാടും നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് കൂടി വരികയാണ്. അപ്പോൾ അത് നമ്മളത് പഠിച്ചാലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് റസൂലിൻ്റെ വിലക്കിയ കാര്യമുള്ളൂ നടക്കുന്നത്. മുടി വെട്ടണത്, മുടി ഒരു വശം ചെത്തിക്കളയണത്, മുകളിൽ വശം കുറേ നിർത്തുക, ഇതൊക്കെ കുട്ടികളൊപ്പം ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടി, ഞാൻ ഇപ്പോൾ അടുത്തിട്ടുണ്ട്, ചെറിയ കുട്ടി 5-6 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ മുടിയൊക്കെ ചെത്തി സൈഡിലൊക്കെ എന്തൊക്കെയോ വരച്ച് ചേർത്തേക്കണം. മുടി ഇങ്ങനെ കനം കുറച്ചിട്ടേ ട്രിമ്മർ കൊണ്ട് ചെയ്തേക്കണതാ. അപ്പോൾ പേര് എഴുതി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ, മുസ്ലിം പേരിനെ വെച്ചേക്കണത്. അപ്പോൾ മുസ്ലിമാണെന്ന് മനസ്സിലായി. അപ്പോൾ മുനാഫിക്കുകളുടെ പരിപാടിയാണ്. അങ്ങനെ ഓരോ കാര്യം, ഒരു ചെറിയ കാര്യമില്ല, അത് നിസാരവൽക്കരിക്കേണ്ട കാര്യമില്ല അത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മാതാപിതാക്കളോട് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അവരനുസരിക്കണ്ടേ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ആരും എന്തോരം പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിസാരവൽക്കരിക്കുന്നു. പിള്ളേർ വീടിന് തീ വെച്ച് കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് തട്ടുമുണ്ടൊക്കെ എടുത്ത് താങ്കൾ ചവിട്ടിക്കൂട്ടി അല്ലെങ്കിൽ കീറി കളഞ്ഞവർ സമ്മതിക്കുമോ? അതിനൊരു ഉഷാറിനെ സമ്മതിക്കില്ല, വെച്ചുണ്ടാക്കുമല്ലോ. അപ്പോൾ അതിനെക്കാട്ടി എത്രയോ ഗൗരവമായിട്ടുള്ള കാര്യമാണിത്. ചിന്തിക്കണില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഖുർആനിലുണ്ടല്ലോ. അല്ലാത്തവർക്ക് എന്തിനുള്ളത്? ഒരു ചിന്തയില്ല. മനസ്സിലായി? ഇത് ഒരുപാട് പറയേണ്ട വിഷയമാണിത്. നിരന്തരം നമ്മൾ ഇതിൻ്റെ അകത്തൊരു സൂക്ഷ്മത, പണിയെടുക്കുക, ജീവിക്കുക,
പണിയെടുക്കുക, ജീവിക്കുക. ഈ പോത്തിനെ കൊണ്ടുപോയി പാടത്ത് കെട്ടി കാലത്ത് കൊണ്ടുപോയി അയച്ച് ഷെഡി കെട്ടണം എന്ന് പറഞ്ഞ മാതിരി കാലത്ത് പണിക്ക് പോവാ, കുടുംബത്തിലുള്ള സാധനം പഠിക്കുക, മൊബൈൽ നോക്കുക, ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരായിട്ട് വർത്താനം പറയുക, AC ഇട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഫാനിട്ട് കിടന്നുറങ്ങുക, സിനിമക്ക് പോവാം. ഇതൊക്കെയാണ് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ഇതല്ല യഥാർത്ഥത്തിൽ മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ട് കിട്ടണം ഒരു ജീവിതം. അവൻ പണിയെടുക്കാൻ വേണ്ടി ഇവിടെ ദുനിയാവിൻ്റെ ആളായിട്ട് മാറുകയാണ്. അതിന് വേണ്ടി വന്നേക്കണമല്ല. അമ്മ ഹലക്കത്തിൽ ജിന്ന വല്ലിൻസ ഇല്ലാലി അബുദുന്ന സുഹൃദാരിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയണത് ജിന്നിനെയും മനുഷ്യനെ സൃഷ്ടിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ. ഇവിടെ എന്താ കാണിച്ചു വിട്ടണത്? ഇവിടെ കോട്ടവത്തങ്ങൾ ഉണ്ടാക്കണ്ടെന്നല്ല പറയണത്. മാറ് മേടിക്കുക, ലോറി മേടിക്കുക, ജീപ്പ് മേടിക്കുക, വില കൂടിയ ബൈക്കുകൾ മേടിക്കുക, കൂട്ടുകാരായിട്ട് കറങ്ങി നടക്കുക, പലിശക്ക് എടുക്കണം. ഇതിനൊക്കെ പലിശക്ക് എടുക്കണേ. അതിനൊക്കെ EMI എന്നും പറഞ്ഞ് ഓമനെ പേരിട്ടിങ്ങായിട്ട് വരികയാണ്. ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തെറ്റും കാണില്ല. മുസ്ലിം കച്ചവടക്കാരും ഭരണിപ്പാട്ടും വെച്ചിങ്ങായിട്ടാണ് കച്ചവടം ചെയ്യണത്. മനസ്സിലായി? ഉദ്ഘാടനം ചെയ്യണത് സിനിമാ നടികൾ തുണിയില്ലാണ്ടൊന്നും ഉള്ള രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടൊന്നും ഉദ്ഘാടനം ചെയ്യണത്. ഇതൊക്കെയാണ് കാണുന്നത്. അത് മുസ്ലിമിൻ്റെ കടയാണ്, മുസ്ലിമിൻ്റെ മൊബൈൽ കടയാണ് അതൊക്കെ കാണുന്നത്. മനസ്സിലായി? ഇത് വ്യക്തമായ വഴികേടാണ്. ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടാത്ത കാര്യമാണ്. ഉപദേശിക്കാൻ ആരുമില്ല. ഉപദേശിച്ചിട്ട് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവാണ് ആൾക്കാർ. വഴി മാറിപ്പോവണേ. മനസ്സിലായി? തികഞ്ഞ വഴികേട് കാണുമ്പോൾ തിരിഞ്ഞു നോക്കണില്ല ആ ഭാഗത്തേക്ക്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം. ആദ്യം അതിനെ വേണ്ടത് കുവംഫുസിക്കും ബഹലിക്കുന്നാറാ, നിന്നെ നിൻ്റെ കുടുംബത്തിനെ നരകത്തിൽ രക്ഷിക്കാനാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ആളുകളുടെ കാലത്ത് ശ്രദ്ധ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണം. ഉപദേശിക്കുമ്പോൾ ഇന്ന ആളോടൊന്നുമില്ല. ഉപദേശം മെയിനായിട്ട് മുൻഗണന കൊടുക്കേണ്ടത് വീട്ടുകാർ, സ്വന്തം മക്കളും ഭാര്യയും മാതാപിതാക്കൾ, അത് കഴിഞ്ഞിട്ട് അടുത്ത ബന്ധുക്കൾ. മനസ്സിലായി? നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പേരിൽ ഇതിന് ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും. ചീത്തയും തെറിയൊക്കെ ആക്കേണ്ടി വരും. പിന്മാറാൻ പാടില്ല. മനസ്സിലായി? കാരണം വെച്ചാൽ കാലാകാലം നിലനിൽക്കുന്ന ഒരിക്കലും നശിക്കാത്ത സൗഭാഗ്യത്തിന് വേണ്ടി ഉള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. അത് നേടിയെടുക്കാൻ വേണ്ടി ഉപദേശമാണ്. അപ്പോൾ ശാസന ഇതിനകത്ത് ഇടപെടും. അവൻ്റെ ഇടപെടൽ എന്തായാലും ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ആ ഇടപെടൽ നമ്മൾ അവൻ്റെ തടസ്സപ്പെടുത്തലായിട്ട് കണക്കാക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് അവൻ ഇടപെടണമാണ്, ഇത് അവൻ തടസ്സപ്പെടുത്തണമെന്ന് തന്നെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ദാവാ പ്രവർത്തനം കൃത്യമായിട്ട് ഒരു തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോവുള്ളൂ. അല്ലാണ്ട് അവൻ്റെ വാക്ക് കേട്ടിട്ട് അവിടെ നിർത്തി ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റ്. മനസ്സിലായി? പ്രവാചകന്മാരും മാതൃകയില്ല. അതൊരു മാതൃകയില്ല. അങ്ങനെ ഒരു സ്റ്റോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അവിടെ. പറയാനേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ഒരാൾ ചീത്ത പറയുമ്പോൾ, കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ അത് നിർത്താനല്ല പറഞ്ഞേക്കണത്. അത് തുടരണം. നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കണം. ആ തുടർച്ച ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ആൾക്കാരിഷ്ടം നോക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയല്ലല്ലോ ഇവിടെ അമ്മ ഓരോന്ന് ചെയ്യണത്. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്താണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത്. പറഞ്ഞു കൊടുക്കണ്ട എന്നാണ് ശൈത്താൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ശൈത്താൻ്റെ ആളായിട്ട് മാറാൻ പാടില്ല. ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ട് മാറണം. മനസ്സിലായി? ഓരോരുത്തരും പ്രവാചകൻ ഏൽപ്പിച്ച ഇത് ഹജ്ജത്തുൽ വദായിൽ വെച്ച് ഈ ദീൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ പൂർത്തീകരിച്ച ദീൻ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഓരോരുത്തർക്കും അറിയാം. അവർക്കും അറിയാം, അള്ളാഹുവിനും അറിയാം. എന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു അറിയേണ്ടത്. അപ്പോൾ അത് നിർബന്ധമാണ്. ഒരാൾ നിസ്കരിച്ച്
നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പൂർത്തീകരിച്ചിട്ടില്ല അവൻ. നേരത്തെ ഞാൻ ഓതിയ സുഹൃത്ത് ഒത്തവാസോബിലൊക്കെ ഒത്തവാസോബ് സബ്രണം, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക എന്നുള്ള കാര്യം അവൻ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം എന്തേ, അവൻ ആ കാര്യം കൊണ്ട് കുറ്റക്കാരനായി തീരുകയാണ്. അവൻ ഉപദേശിക്കാത്ത ആൾക്കാർ, അവൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ, അടുത്ത സുഹൃത്തുക്കൾ, ബന്ധക്കാർ എല്ലാവരും അവനക്കെതിരായിട്ട് നാളെ പരലോകത്ത് സാക്ഷി പറയുകയാണ്. ഇവൻ ഞങ്ങൾ ഉപദേശിച്ചില്ല, പറഞ്ഞില്ല, ഇവൻ മനസ്സിലാക്കിയ സത്യം പറഞ്ഞു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനക്കെതിരായിട്ട് സാക്ഷി പറയുന്നൊരു സമയം വരാനുണ്ട് എന്നവൻ ചിന്തിക്കണം. മനസ്സിലായി? അപ്പോൾ സംഘടനകളുടെ താല്പര്യത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ദീനിൽ നിന്ന് അകന്നു പോകും എന്നുള്ള അനുഭവം കൊണ്ട് പറയുന്നു. സംഘടന വേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ഒരുപാട് സംഘടനക്കാർ സുന്നത്തിനെ അവഗണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ഷേവ് ചെയ്യുന്നുണ്ട്, താടി വെട്ടി ചെറുതാക്കുന്നുണ്ട്, തലയുടെ സൈഡ് വെട്ടി ഇതാക്കുന്നുണ്ട്, സംഗീതം കേൾക്കുന്നുണ്ട്, നെര്യാണിക്ക് വേല മുണ്ട് പോകുന്നുണ്ട്, നിസ്കരിക്കുമ്പോൾ ചേർന്ന് നിൽക്കണില്ല, പരസ്പരം സലാം ചെല്ലുമ്പോൾ തന്നെ കൃത്യമായിട്ട് സലാം ചെല്ലുന്നില്ല, കാണുമ്പോൾ തന്നെ ചിരിക്കാൻ ബുദ്ധിമുട്ട്, അള്ളാഹിനെപ്പറ്റി ഓർമ്മപ്പെടുത്തില്ല, പരസ്പരം ഉപദേശിക്കുന്നില്ല, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കണില്ല. ഒരുപാട് കുറ്റങ്ങൾ സംഘടനക്കാരിലുണ്ട്. അവർ മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കേണ്ടതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതവരുടെ ജീവിതത്തിൽ പാലിക്കുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം നമുക്ക്. മനസ്സിലായി? അവരെ ഉപദേശിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കേണ്ടി വരും. ഇത് സംഘടനക്കാരെ ഉപദേശിക്കാൻ വേണ്ടി വേറൊരു സംഘടന. അല്ലാണ്ട് എന്ത് ചെയ്യുക? ഈ സംഘടനക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വഴിതെറ്റി പോണേ. പള്ളിയിൽ വരുന്ന ആൾക്കാർ, മുടി കറുപ്പിച്ച ആൾക്കാർ, മീശ പിടിച്ച ആൾക്കാർ, കാര്യം ചേർന്ന് നിൽക്കാത്തവർ, ടീഷർട്ടുമ്പിൽ ഫുട്ബോൾ കളിക്കാരെ പേരും ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് ചേർത്ത ആൾക്കാർ, നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞ് അവിടെ മാറി നിന്നിട്ട് വർത്തമാനം പറയണം, അതുകാരെല്ലാം ശല്യപ്പെടുത്തണം. അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും, കണ്ടമാന കുറ്റങ്ങൾ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. കാരണം ഒരാളെ ശല്യം ഒരു രീതിയിലായാലും ഒരു അണുമണി തൂക്കത്തിൻ്റെ രീതിയിലായാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മനസ്സിലായി? ഇതൊക്കെ തെറ്റെന്ന് മനസ്സിലാക്കണില്ല ഇവർ. ഞാനിങ്ങനെ കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് കുറച്ച് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യം കഴിഞ്ഞ് വെച്ചിരിക്കരുത്. അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഞാൻ ചൊവ്വായിക്കണേ, ഞാൻ താടിയിൽ ചതുരത്തിൽ കവിളിൻ്റെ അവിടെയൊക്കെ വെട്ടി ഇതാക്കി ഒതുക്കി എൻ്റെ നേരെയാണെങ്കിൽ മുണ്ട് പോയി കിടന്ന് അതൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല. എൻ്റെ ശ്രദ്ധ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ പ്രഭാഷകരെ, പ്രാസംഗികരെ കൊണ്ടുവന്നിങ്ങായിട്ട് ഇതും പറയില്ലാണ് എൻ്റെ ശ്രദ്ധ. അതല്ല സത്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി, ദീനി പ്രബോധകൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അതുണ്ടാവും. അല്ലെങ്കിൽ എന്ത് കാര്യം? ആൾക്കാർ നോക്കുവേ. ഒരാൾ ഒരു കുത്തുബ നടത്തുമ്പോൾ അയാളെ നോക്കും. അതേപോലെ തന്നെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിലൊക്കെ ക്ഷണിക്കുന്ന ഒരാൾ ഇന്നത്തെ പ്രഭാഷണം ഉണ്ടെന്നു, ആ ക്ഷണിക്കുന്ന ആൾക്കാർ നോക്കും ഇയാളെ ഇതുപോലെ എന്നുള്ളത്. ആൾക്കാർ പറയൂല, പക്ഷെ ജനങ്ങൾക്കറിയാലോ. ദീനി ജനങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് ഇല്ലെങ്കിലും കൂടി അവർക്കറിയാം. തെറ്റ് ശരി അവർക്കറിയാം, അവരുടെ ജീവിതത്തിൽ പാലിക്കില്ലെങ്കിലും കൂടി. പക്ഷെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളെ ജീവിതത്തിൽ സുന്നത്തൊന്നും കാണില്ലോ എന്നുള്ള കാര്യം അവരുടെ മനസ്സിലുണ്ട്. അത് പറയാത്ത കാരണം ഇയാൾക്ക് ദേഷ്യം വരുന്ന കാരണം ഈ ക്ഷണിക്കണക്ക് ദേഷ്യം വരും. അതിൻ്റെ പേരിൽ പറയണില്ല. അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് തെറ്റുകളുണ്ട്. തെറ്റുകളുടെ കൂമ്പാരമാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ. തെറ്റാണ്, മനസ്സിലായി? അപ്പം ഈ തെറ്റിൽ പെടാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മണ്ണിൻ്റെ തരി നമ്മുടെ മേത്തൊരാളെ കൊണ്ട് ഇടാൻ പറ്റില്ല, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. അള്ളാഹു നമ്മുടെ പേരിൽ എഴുതി ചേർത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ തുറന്നു പറയും, വെട്ടി തുറന്നു പറയും. മനസ്സിലായി? അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും. അങ്ങനൊരു സ്വഭാവം വളർത്തിക്കൊണ്ടുവരണം. അവിടെയാണ് നമ്മളെ വിജയം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു സ്വഭാവം വളർത്തിക്കൊണ്ടുവരുന്ന കൂട്ടത്തിൽ, ആ ജീവിതത്തിൽ പാലിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.